Welcome back to Aegis International Academy. Hi Sajasna and welcome to our German language course. Okay, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അക്യൂസാറ്റീവിനെ കുറിച്ചിട്ടാണ്. കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ നോമിനാറ്റീവ് കേസിനെ കുറിച്ച് പഠിച്ചു. എന്തായിരുന്നു നോമിനാറ്റീവ് എന്ന് നമ്മൾ പഠിച്ചു. ഈ ക്ലാസ്സിൽ നമുക്ക് എന്നാ അക്യൂസാറ്റീവിനെ കുറിച്ച് നോക്കിയാലോ? എന്താണ് അക്യൂസാറ്റീവ്? എപ്പോഴാണ് നമ്മൾ അക്യൂസാറ്റീവ് കേസ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നോക്കിയാലോ? സോ ഇത് നമ്മുടെ ടോപ്പിക് ആണ് അക്യൂസാറ്റീവ്. ഓക്കെ, സോ അക്യൂസാറ്റീവ് പറയുന്നതിന് മുമ്പ് നമുക്ക് നോമിനാറ്റീവ് ഒന്ന് ജസ്റ്റ് ഒന്നും കൂടെ നോക്കാം. എന്തായിരുന്നു നോമിനാറ്റീവ്? നോമിനാറ്റീവ് എന്നാൽ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിരുന്നു. ഏതൊക്കെയായിരുന്നു ആ രണ്ട് ചോദ്യം? വേർ അല്ലെങ്കിൽ വാസ്. എന്തായിരുന്നു വേർ? വേർ മീൻസ് ഹൂ, ആര്. എന്താണ് വാസ്? വാസ് മീൻസ് വാട്ട്, എന്ത്. സോ വേർ എന്നുള്ളത് നമ്മളൊരു പേഴ്സൺ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ വേർ എന്ന് ഉപയോഗിക്കും. അതേസമയം ഒരു വസ്തു, ഒരു തിങ് ആണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ വാസ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആയിരിക്കും വാട്ട് എന്നായിരിക്കും യൂസ് ചെയ്യുന്നത്. സോ ആര് അല്ലെങ്കിൽ എന്ത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടുവാണെങ്കിൽ അത് നോമിനാറ്റീവ് ആണ്. ഓക്കെ, സോ അവിടെ സുബ്ജക്റ്റ് എന്താണ് ചെയ്യുന്നത്? സുബ്ജക്റ്റ് ആണ് അവിടെ ആക്ഷൻ ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ബൈസ്പേൽ നോക്കാം. ദർ മൻ ഷ്ലേഫ്റ്റ്. ദർ മൻ ഷ്ലേഫ്റ്റ്. സോ അവിടുത്തെ വെർബ് എന്താണ്? ഷ്ലേഫ്റ്റ്. അതാണല്ലോ ആക്ഷൻ വേർഡ്. സോ ആരാണ്? ഷ്ലേഫ്റ്റ് എന്നാൽ സ്ലീപ്പ് ആണ്, ടു സ്ലീപ്പ്. ആരാണ് ഉറങ്ങുന്നത്? ദർ മൻ. ദർ മൻ. സോ ദർ മൻ എന്നുള്ളത് അവിടെ സുബ്ജക്റ്റ് ആണ്. ഓക്കെ, ദർ മൻ ആണ് അവിടെ ആക്ഷൻ ചെയ്യുന്നത്. സോ ദർ മൻ അവിടെ സുബ്ജക്റ്റ് ആണ്. സോ വേറൊരു ഒബ്ജക്റ്റ് ഒന്നും ഇല്ല, അതുകൊണ്ട് ഇത് നോമിനാറ്റീവ് സെന്റൻസ് ആണ്. ഓക്കെ, സോ ദർ മൻ എന്നുള്ളത് അവിടെ സുബ്ജക്റ്റ് ആണ്, നോമിനാറ്റീവിലാണ്. സോ ഇവിടുത്തെ ഫ്രാഗ് എന്താണ്? വേർ ഷ്ലേഫ്റ്റ്. ഒരു വ്യക്തിയാണല്ലേ. സോ വേർ, ആര്, ആരാണ് ഉറങ്ങുന്നത്. സോ ദർ മൻ അത് നോമിനാറ്റീവ് കേസിലാണ് ഉള്ളത്. നമുക്ക് അടുത്തൊരു ബൈസ്പേൽ നോക്കാം. ദി ഫ്രൗ ആർബൈറ്ററ്റ് ഇം ബ്യൂറോ. ദി ഫ്രൗ ആർബൈറ്ററ്റ് ഇം ബ്യൂറോ. ഓക്കെ, ഇവിടെ എന്താണ് വെർബ്, എന്താണ് ആക്ഷൻ വേർഡ്? ആർബൈറ്റൻ. ആർബൈറ്റൻ എന്നുള്ളതാണ് അവിടെ ആക്ഷൻ വേർഡ്, ടു വർക്ക്. സോ എന്താണ് ഇവിടുത്തെ ചോദ്യം വരുന്നത്? ആരാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ. സോ ആര്, ആര് മീൻസ് വേർ. ഹൂ, ഹൂ വർക്ക്സ്. ഓക്കെ, ഹൂ വർക്ക്സ് ഇൻ ബ്യൂറോ. വേർ ആർബൈറ്ററ്റ് ഇൻ ബ്യൂറോ. ആ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ എന്താണ് കിട്ടുന്നത്? ദി ഫ്രൗ. ദി ഫ്രൗ ആണ് ജോലി ചെയ്യുന്നത്. ദി ഫ്രൗ ആർബൈറ്ററ്റ് ഇൻ ബ്യൂറോ. ഇൻ ബ്യൂറോ എന്നാൽ ഓഫീസ്, ഇൻ ഓഫീസ്. ഓക്കെ, സോ അവിടെയും ദി ഫ്രൗ എന്നുള്ളത് നോമിനാറ്റീവ് കേസിലാണ് ഉള്ളത്. അടുത്തൊരു ബൈസ്പേൽ നോക്കാം. ദ സ്കിൻഡ് സ്പീൽഡ് ഇം ഗാർട്ടൻ. ദ സ്കിൻഡ് സ്പീൽഡ് ഇം ഗാർട്ടൻ. ഓക്കെ, അവിടുത്തെ വെർബ് എന്താണ്? സ്പീലൻ എന്നുള്ള വെർബാണ്. സ്പീലൻ മീൻസ് ടു പ്ലേ. ആരാണ് കളിക്കുന്നത്? ആരാണ് പ്ലേ ചെയ്യുന്നത്? ഹൂ പ്ലേസ്. അല്ലെങ്കിൽ വേർ സ്പീൽഡ് ഇം ഗാർട്ടൻ. ദ സ്കിൻഡ് ആണ് അല്ലേ. ദ സ്കിൻഡ് സ്പീൽഡ് ഇം ഗാർട്ടൻ. സോ ദ സ്കിൻഡ് എന്നുള്ളതാണ് അവിടെ സുബ്ജക്റ്റ്. ദ സ്കിൻഡ് ആണ് അവിടെ ആക്ഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് ദ സ്കിൻഡ് എന്നുള്ളത് സുബ്ജക്റ്റ് ആണ്, നോമിനാറ്റീവ് ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് നോമിനാറ്റീവ് മനസ്സിലായോ? വേർ അല്ലെങ്കിൽ വാസ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടുവാണെങ്കിൽ അത് നോമിനാറ്റീവ് ആണ്. വാസ് എന്ന് വരുന്നത് അതൊരു തിങ് ആണെങ്കിൽ, ഒരു വസ്തുവിനെ കുറിച്ചാണെങ്കിൽ നമ്മൾ പറയുന്നതെങ്കിൽ അവിടെ വാസ് എന്ന ചോദ്യമായിരിക്കും വരുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് എന്താണ് അക്യൂസാറ്റീവ് നോക്കിയാലോ. എന്താണ് അക്യൂസാറ്റീവ്? നോമിനാറ്റീവ് നമ്മൾ പറഞ്ഞു വെർബിന്റെ കൂടെ എപ്പോഴും സുബ്ജക്റ്റ് കാണും. അക്യൂസാറ്റീവില് വെർബിന്റെ കൂടെ സുബ്ജക്റ്റും കാണും, ഒരു ഡിറക്റ്റ് ഒബ്ജക്റ്റും കൂടെ കാണും. ഡിറക്റ്റ് ഒബ്ജക്റ്റ്. ആ ഡിറക്റ്റ് ഒബ്ജക്റ്റിനെയാണ് നമ്മൾ അക്യൂസാറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഡിറക്റ്റ് ഒബ്ജക്റ്റ്? വേൻ അല്ലെങ്കിൽ വാസ് എന്ന രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുവാണെങ്കിൽ അത് ഡിറക്റ്റ് ഒബ്ജക്റ്റ് ആണ്, അത് അക്യൂസാറ്റീവ് ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, മനസ്സിലായോ? വേൻ അല്ലെങ്കിൽ വാസ് എന്ന രണ്ട് ഫ്രാഗിക്കുള്ള ആൻവേർഡ് നമുക്ക് കിട്ടുവാണെങ്കിൽ അത് അക്യൂസാറ്റീവിലാണ്. എന്താണ് വേൻ അല്ലെങ്കിൽ വാസ്? വേൻ മീൻസ് ഹൂം. വാസ് മീൻസ് വാട്ട്. ആരെ, എന്ത് എന്ന രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടുവാണെങ്കിൽ അത് അക്യൂസാറ്റീവ് ആണ്, ഡിറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, നമുക്ക് ബൈസ്പേൽ നോക്കാം, അപ്പൊ മനസ്സിലാകും. Ich sehe den Mann. Ich sehe den Mann.
ഓക്കെ, അവിടുത്തെ വെർബ് എന്താണ്? സേൻ എന്നുള്ളതാണല്ലേ അവിടുത്തെ വെർബ്. സേൻ മീൻസ് ടു സീ. ആരാണ് അവിടെ കാണുന്നത്? ആര്, ആരെന്നുള്ളത് നമുക്കറിയാം നോമിനാറ്റീവ് ആണ്. സോ ആരെന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് സുബിയക്റ്റ് ആണ് അല്ലെ. സോ ആരാണ് അവിടെ കാണുന്നത്? ഇഹ്. ഇഹ് എന്നുള്ളതാണ് അവിടെ സുബിയക്റ്റ്. ഇഹ് സേ ദേൻ മൻ. ആരെയാണ് അവിടെ കാണുന്നത്? ആരെ എന്നുള്ളത് അവിടെ വേൻ ആയി മാറും. വേൻ, ഹൂം. ഹൂം ഡസ് ഐ സീ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആരെയാണ് ഞാൻ കാണുന്നത്? ദേൻ മൻ. സോ ദേൻ മൻ എന്നുള്ളത് നമുക്ക് എന്തിന്റെ ചോദ്യത്തിനുള്ള ഉത്തരമാണ്? വേൻ. വേൻ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ദേൻ മൻ. സോ അങ്ങനെ ഒരു ചോദ്യത്തിന് ഉത്തരം വന്നു കഴിഞ്ഞാൽ അത് ഡിറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. ഡിറക്റ്റ് ഒബ്ജക്റ്റ് ആണെങ്കിൽ അത് അക്യൂസാറ്റീവ് ആണ്. ഓക്കെ, മനസ്സിലായോ? നമുക്ക് നോക്കാം. വേൻ സേ ഇഹ്. വേൻ സേ ഇഹ്. വേൻ മീൻസ് ഹൂം, അല്ലെങ്കിൽ ആരെ. ആരെയാണ് ഞാൻ കാണുന്നത്? ദേൻ മൻ. സോ ദേൻ മൻ എന്നുള്ളത് അവിടെ അക്യൂസാറ്റീവ് ആണ്. ഇഹ് ആണ് അവിടുത്തെ സുബിക്റ്റ്, അത് നോമിനാറ്റീവിലാണ്. ഓക്കെ, മനസ്സിലായോ? സോ ഇഹ് സേ ദേൻ മൻ. ദേൻ മൻ അവിടെ എന്താണ്? ഡിറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. നമുക്ക് അടുത്തൊരു ബൈസ്പിൾ നോക്കാം. സി കൗഫ്റ്റ് einen ആപ്പിൾ. സി കൗഫ്റ്റ് einen ആപ്പിൾ. ഓക്കെ, ഇവിടുത്തെ ആക്ഷൻ വേർഡ് അല്ലെങ്കിൽ വെർബ് എന്താണ്? കൗഫൻ. കൗഫൻ മീൻസ് ടു ബൈ. ഓക്കെ, സോ ആരാണ് മേടിക്കുന്നത്? എന്താണ് അവിടുത്തെ സുബിക്റ്റ്? സി ആണല്ലേ. സി മീൻസ് ഷീ. അവളാണ് മേടിക്കുന്നത്. ഓക്കെ, അതാണ് അവിടെ സുബിക്റ്റ് അല്ലെങ്കിൽ നോമിനാറ്റീവ്. ഇനി എന്താണ് മേടിക്കുന്നത്? എന്താണ് അവൾ മേടിക്കുന്നത്? einen ആപ്പിൾ. സോ എന്ത്, എന്തെന്നുള്ളത് നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ? വാസ്. വാസ് കൗഫ്റ്റ് സി. എന്താണ് അവൾ മേടിക്കുന്നത്? വാട്ട് ഡസ് ഷീ ബൈ. സോ എന്തെന്നുള്ള ചോദ്യം നമുക്ക് അവിടെ വന്നു അല്ലേ. അതിനർത്ഥം അത് ഡിറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. എന്താണ് അവൾ മേടിക്കുന്നത്? അവിടെ അവൾ എന്നുള്ളത് അവിടെ സുബിയക്റ്റ് ആണ്. എന്താണ് അവൾ മേടിക്കുന്നത് എന്തെന്നുള്ളത് അവിടെ ഡിറക്റ്റ് ഒബ്ജക്റ്റിന്റെ ചോദ്യമാണ്. സോ വാസ് കൗഫ്റ്റ് സി. സി അവിടെ സുബിയക്റ്റ് ആണ്. വാസ് എന്നുള്ളത് ഡിറക്റ്റ് ഒബ്ജക്റ്റിന്റെ ഫ്രാഗയാണ്. സോ വാസ് കൗഫ്റ്റ് സി einen ആപ്പിൾ. einen ആപ്പിൾ അവിടെ ഡിറക്റ്റ് ഒബ്ജക്റ്റ് ആണ്, അക്യൂസാറ്റീവ് ആണ്. അടുത്തത് നോക്കാം. hat das Buch. hat das Buch. ഓക്കെ, ഇവിടെ സുബിയക്റ്റ് എന്താണ്? ആണല്ലേ. സോ hat das Buch. എന്താണുള്ളത്? was hat das Buch ആണല്ലേ. സോ das Buch എന്നുള്ളത് അവിടെ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. അടുത്തത് wir besuchen die Freunde. wir besuchen die Freunde. സോ wir എന്നുള്ളത് അവിടെ സുബിയക്റ്റ് ആണ്. wir ആണ് അവിടെ ആക്ഷൻ ചെയ്യുന്നത്. wir മീൻസ് we. സോ wen besuchen wir പേഴ്സൺ ആണ്, അതുകൊണ്ട് ക്വസ്റ്റ്യൻ വേൻ ആണ്. വേൻ besuchen wir. ആരെയാണ് നമ്മൾ വിസിറ്റ് ചെയ്യുന്നത്? besuchen മീൻസ് ടു വിസിറ്റ്. ആരെയാണ് നമ്മൾ വിസിറ്റ് ചെയ്യുന്നത്? ദി ഫ്രോയിൻഡെ. ദി ഫ്രോയിൻഡെ. സോ ദി ഫ്രോയിൻഡെ എന്നുള്ളത് അവിടെ ഡിറക്റ്റ് ഒബ്ജക്റ്റ് ആണ്, അക്യൂസാറ്റീവ് ആണ്. സോ മനസ്സിലായോ എന്താണ് അക്യൂസാറ്റീവ് എന്ന്? സോ ഷോർട്ട് ആയിട്ട് നമുക്ക് എന്താണ് അക്യൂസാറ്റീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അക്യൂസാറ്റീവ് സെന്റൻസിൽ രണ്ട് പേഴ്സൺ കാണും, അല്ലെങ്കിൽ രണ്ട് തിങ് കാണും, അല്ലെങ്കിൽ ഒരു പേഴ്സണും ഒരു തിങ്ങും കാണും. സോ അങ്ങനെയുള്ള സെന്റൻസ് ആണ് അക്യൂസാറ്റീവ് സെന്റൻസ്. ആരെ അല്ലെങ്കിൽ എന്ത്, വേൻ അല്ലെങ്കിൽ വാസ് എന്നുള്ള രണ്ട് ഫ്രാഗ് ക്യാൻ വേർഡ് കിട്ടിയാൽ അത് അക്യൂസാറ്റീവ് സെന്റൻസ് ആണ്. ഡിറക്റ്റ് ഒബ്ജക്റ്റ് അവിടെ കാണും. ഓക്കെ, സോ ഇവിടെ ദേൻ മൻ. ദേൻ മൻ. നമ്മൾ മന്നിന്റെ ആർട്ടിക്കിൾ എന്തായിരുന്നു പറഞ്ഞത്? നോമിനാറ്റീവില് ദർ ആണല്ലേ. സോ ബെസ്റ്റിംറ്റ് ആർട്ടിക്കിൾ മാസ്കുലിൻ നോമിനാറ്റീവിൽ എങ്ങനെയായിരുന്നു? ദർ എന്നായിരുന്നു. പക്ഷെ ബെസ്റ്റിംറ്റ് ആർട്ടിക്കിൾ മാസ്കുലിൻ അക്യൂസാറ്റീവിൽ എങ്ങനെയാണ് വന്നത്? ദേൻ എന്നാണ് വന്നത്. ദേൻ മൻ എന്നാണ് വന്നത്. സോ അക്യൂസാറ്റീവില് മാസ്കുലിനില് ചേഞ്ച് വരും. അക്യൂസാറ്റീവില് മാസ്കുലിൻ ജെൻഡറിനായിരിക്കും ചേഞ്ച് വരുന്നത്. ദേൻ മൻ എന്നായി. ഓക്കെ, einen ആപ്പിൾ. einen ആപ്പിൾ. ദർ ആപ്പിൾ എന്നാണ് അല്ലേ. സോ ദർ എന്നുള്ളത് ദേൻ ആപ്പിൾ ആകും അക്യൂസാറ്റീവില്. ഇനി അതിന്റെ ഉൺബെസ്റ്റിംറ്റ് ആർട്ടിക്കിൾ എങ്ങനെയാണ്? einen ആപ്പിൾ. einen ആപ്പിൾ. നോമിനാറ്റീവിലായിരുന്നെങ്കിലോ ein ആപ്പിൾ എന്നായിരുന്നു. അക്യൂസാറ്റീവ് വന്നപ്പോൾ einen ആപ്പിൾ എന്ന് വന്നു.
സോ അതും മാസ്കുലിൻ ആണ്. അതുകൊണ്ട് ഉൺബെസ്റ്റ്മെന്റ് ആർട്ടിക്കിളിലും ചേഞ്ച് വന്നു. അടുത്തത് ദസ്ബുഹ്. ദസ്ബുഹ് നമുക്കറിയാം നോയിട്രം ആണ്. അക്വസാറ്റീവിലും നോമിനാറ്റീവിലും സെയിം ആണ്. ദി ഫ്രോയിൻഡെ. ദി ഫ്രോയിൻഡെ എന്നുള്ളത് പ്ലൂറൽ ആണ്. അക്വസാറ്റീവിലും നോമിനാറ്റീവിലും സെയിം ആണ്. ഓക്കെ, സോ ഇവിടെ ചേഞ്ച് വരുന്നത് എന്തിനാണ്? മാസ്കുലിനാണ് ചേഞ്ച് വരുന്നത്. ഓക്കെ, നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ദർ ലേറർ സീറ്റ് ദെൻ ഷൂളർ. എന്താണ് മീനിങ്? ദർ ലേറർ എന്നാൽ മെയിൽ ടീച്ചർ. ഓക്കെ, ഷൂളർ എന്നാൽ മെയിൽ സ്കൂൾ സ്റ്റുഡന്റ്. ഓക്കെ, സോ ആരെയാണ് കാണുന്നത്? ആരെ രണ്ട് ചോദ്യമുണ്ട്. ആരാണ് ഷൂളറിനെ കാണുന്നത്? വേർ സീറ്റ് ദെൻ ഷൂളർ. ദർ ലേറർ ആണല്ലേ. സോ ദർ ലേറർ എന്നുള്ളത് അവിടെ നോമിനാറ്റീവ് കേസ് ആണ്. ഇനി ആരെയാണ് ദർ ലേറർ കാണുന്നത്? വെൻ സീറ്റ് ദർ ലേറർ. ദെൻ ഷൂളർ. ദെൻ ഷൂളർ എന്നുള്ളത് അപ്പോൾ അക്വസാറ്റീവായി മാറും. അടുത്തത് ദി മുട്ടർ കൗഫ്റ്റ് ഐനൻ കുഹൻ. അവിടെ കൗഫൻ എന്നുള്ളതാണല്ലേ വെർബ്. സോ ആര് എന്ത് മേടിക്കുന്നു? സോ ആരാണ് കുഹൻ മേടിക്കുന്നത്? കുഹൻ മീൻസ് കേക്ക്. സോ ആരാണ് കുഹൻ മേടിക്കുന്നത്? വേർ കൗഫ്റ്റ് ഐനൻ കുഹൻ. ദി മുട്ടർ. സോ ദി മുട്ടർ എന്നുള്ളത് അവിടെ നോമിനാറ്റീവ് ആണ്. അടുത്തത് എന്താണ് മുട്ടർ മേടിക്കുന്നത്? മുട്ടർ മീൻസ് മദർ. എന്താണ് മുട്ടർ മേടിക്കുന്നത്? വാസ് കൗഫ്റ്റ് ദി മുട്ടർ. എന്താണ്? ഐനൻ കുഹൻ. സോ ഐനൻ കുഹൻ എന്നുള്ളത് അവിടെ അക്വസാറ്റീവ് ആണ്. ഇപ്പോൾ മനസ്സിലായോ? ഓക്കെ, ഒരു ഡിറക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ട്, ഒരു സുബ്ജക്റ്റും ഉണ്ട്. സോ അതിനെയാണ് നമ്മൾ അക്വസാറ്റീവ് എന്ന് പറയുന്നത്, അക്വസാറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ദെൻ ഷൂളർ. നമുക്കറിയാം ഷൂളർ എന്നാൽ മാസ്കുലിൻ ആണ്. ബെസ്റ്റ്മെന്റ് ആർട്ടിക്കിൾ നോമിനാറ്റീവ് എങ്ങനെയാണ്? ദർ ആണല്ലേ. ഇവിടെ ദെൻ ഷൂളർ അക്വസാറ്റീവിൽ വരുമ്പോൾ ദെൻ ഷൂളർ എന്നാകും. മാസ്കുലിൻ ദർ മാറി ദെൻ ആകും അക്വസാറ്റീവിൽ. ഓക്കെ, ഇവിടെ ഐനൻ കുഹൻ. ഐനൻ എന്ന് പറയുമ്പോൾ ഉൺബെസ്റ്റ്മെന്റ് ആർട്ടിക്കിൾ ആയിരുന്നു. കുഹൻ എന്നാൽ ദർ കുഹന നമുക്കറിയാം. അക്വസാറ്റീവിൽ ദെൻ കുഹൻ എന്നാണ്. അതിന്റെ ഉൺബെസ്റ്റ്മെന്റ് ആർട്ടിക്കിൾ ഐനൻ. ഐനൻ എന്നാണ് ഉൺബെസ്റ്റ്മെന്റ് ആർട്ടിക്കിൾ. ഓക്കെ, നോക്കാം. സോ അക്വസാറ്റീവിൽ മാസ്കുലിന് മാത്രമേ ചേഞ്ച് ഉള്ളൂ. ന്യൂ മാസ്കുലിൻ ഫെറൻഡേർഡ് സിഷ് ഇം അക്വസാറ്റീവ്. സോ നോമിനാറ്റീവിലെ ദർ ചേഞ്ച് ആയി ദെൻ ആകുന്നു. ഐൻ ചേഞ്ച് ആയി ഐനൻ ആകുന്നു. കൈൻ ചേഞ്ച് ആയി കൈനൻ ആകുന്നു. ഇവിടെ കൈനൻ എന്നാണ് നെഗാറ്റ്യോൺസ് ആർട്ടിക്കിൾ. സോ ഉൺബെസ്റ്റ്മെന്റ് ആർട്ടിക്കിൾ അറിഞ്ഞാൽ നെഗാറ്റ്യോൺസ് ആർട്ടിക്കിൾ എളുപ്പമാണെന്ന് നമ്മൾ പറഞ്ഞല്ലേ. ഐനൻ കൈനൻ സിമിലർ ആണ്. ഖ എന്ന ബുക്ക് സ്റ്റാബിൽ മാത്രം ആഡ് ചെയ്താൽ മതി. സോ എന്താണ് മാസ്കുലിൻ? ദെൻ, ഐനൻ, കൈനൻ. ഇത് മൂന്നുമാണ് ആർട്ടിക്കിൾസ് ആയിട്ട് വരുന്നത്. സോ മാസ്കുലിന് മാത്രമേ അവിടെ ചേഞ്ച് വരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഫെമിനിനും നോയിട്രോം പ്ലൂറാലും നോമിനാറ്റീവിൽ എങ്ങനെയാണോ അതേപോലെയാണ് അക്വസാറ്റീവിലെ ആർട്ടിക്കിൾസ്. ചേഞ്ച് വരുന്നതാകെ മാസ്കുലിന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി വേഫ്രാഗെ. നോമിനാറ്റീവിൽ എങ്ങനെയായിരുന്നു വേഫ്രാഗെ? വേർ അല്ലെങ്കിൽ വാസ്. അക്വസാറ്റീവിൽ എങ്ങനെയാണ്? വേൻ അല്ലെങ്കിൽ വാസ്. ഓക്കെ, നിങ്ങൾ മനസ്സിലായോ? അക്വസാറ്റീവ് എന്താന്ന് നിങ്ങൾ മനസ്സിലായോ? അക്വസാറ്റീവും നോമിനാറ്റീവും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? ഓക്കെ, സോ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്. സോ ഡാങ്കെ.